അത്യാഗ്രഹം എന്നാൽ ഒരു മോശം പദമായിട്ടാണല്ലോ പൊതുവെ ഉപയോഗിക്കുന്നത്. ആഗ്രഹം എന്നാൽ ആശയം എന്നർത്ഥം. അത്യാഗ്രഹം എന്നാൽ അതിരുകളില്ലാത്ത ആശയം എന്നർത്ഥം. എല്ലാ മനുഷ്യനും ആഗ്രഹങ്ങളും അതിനു മേലേക്ക് പിന്നെയും അവസാനിക്കാത്ത ആഗ്രഹങ്ങളുണ്ടാകുമ്പോൾ അതിനെ വേണമെങ്കിൽ അതിരുകളില്ലാത്ത ആശയത്തിനർത്ഥം വരുന്ന അത്യാഗ്രഹം എന്ന വാക്ക് ഉപയോഗിക്കാമല്ലോ അതിന്. പക്ഷേ നമ്മൾ പൊതുവായിട്ട് അത്യാഗ്രഹം എന്ന വാക്കിനെ ഉപയോഗിക്കുന്നത് ഈ പണം എന്ന കാര്യമാണ് മുഖ്യമായ ഒരു മാനദണ്ഡം. അതിൻ്റെ കൂടുതലുണ്ടാക്കുക, തനിക്കുള്ളതൊന്നും പോരാ എന്ന് തോന്നുന്ന സ്വഭാവമൊക്കെ ഉള്ള ആൾക്കാരെ പൊതുവെ നമ്മൾ അത്യാഗ്രഹികളെന്ന് വിളിക്കും. അപ്പോൾ ഏതൊരു നല്ല പദത്തെയും അതിരുകളില്ലാത്ത ആശ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു അർത്ഥമുള്ള അത്യാഗ്രഹം എന്ന വാക്ക് എങ്ങനെ ആണ് മോശമായത്? അത് നമ്മൾ തന്നെയാണ്, മനുഷ്യൻ തന്നെയാണ് അത് മോശമാക്കുന്നത്. അതായത് അതിരുകളില്ലാത്ത ഒരാശ ഒരു മനുഷ്യനുണ്ടാവാം, അതവൻ്റെ ആശയാണ്. പക്ഷെ അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടി അവൻ വളഞ്ഞ വഴികൾ സ്വീകരിക്കും, നിയമവിരുദ്ധമായ വഴികൾ സ്വീകരിക്കും. പണമുണ്ടാക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, സമ്പന്നനാകുക. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾ, അയാൾ ഒന്ന് കുറേ പണം ഉണ്ടായി വേണം എന്നൊരു അതിരുകളില്ലാത്ത ആശ, ഒരു അത്യാഗ്രഹം അയാൾക്കുണ്ടായി. അയാൾ അതിനു വേണ്ടി ഒരു കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ ആ കച്ചവടം എന്ന് പറയുന്നത് മാന്യമായ രീതിയിൽ ഒരു ഉൽപ്പാദനമോ അല്ലെങ്കിൽ വാങ്ങലോ വിൽക്കലോ ഒക്കെ ആയ കാര്യങ്ങളൊക്കെ ചെയ്ത് അയാൾ പണം ഉണ്ടാക്കുന്നു. എങ്കിൽ അതൊരു അത്യാഗ്രഹം എന്ന വാക്ക് മോശം പദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അയാളുടെ ബുദ്ധി കൊണ്ടും അയാളുടെ ശാരീരികമായ ശക്തി കൊണ്ടും എല്ലാം ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ അയാൾ പണം മുടക്കി അതിൽ ലാഭം ഉണ്ടാക്കി ന്യായമായ വഴിയിലൂടെ ആണ് അതുണ്ടാക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു അത്യാഗ്രഹിയാവില്ലല്ലോ. പക്ഷേ അയാൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരാഹാരമോ മറ്റുള്ളവർ കഴിക്കേണ്ട ഒരു ആഹാരമോ ആണെങ്കിൽ അതിൽ മായം കലർത്തുകയും അന്യായമായ വിലയ്ക്ക് അത് വിൽക്കുകയും ചെയ്താണ് അയാൾ ആ പണം ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായും അതൊരു അത്യാഗ്രഹമല്ലേ അത്. അപ്പോഴാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു മോശം പദമായിട്ട് മാറുന്നത്. ഒരു ഭരണാധികാരിയോ ഒരു നിയമപാലകനോ അത്യാഗ്രഹിയായി മാറിയാൽ, ഇനി അത് പണത്തിനോടോ മറ്റെന്തിനോടോ ഒരു അത്യാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊതുസമൂഹത്തിനെ ബാധിക്കും. പക്ഷേ ഒരു ആ ഡോക്ടർക്ക് ഒരു അത്യാഗ്രഹം ഉണ്ടായാൽ, അത് പണത്തിനോടാണല്ലോ ആ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ മെയിൻ വരുന്നത്. ആ പണത്തിനോട് അത്യാഗ്രഹം ഉണ്ടായാൽ ശമ്പളമല്ലാത്ത കിമ്പളം പറ്റിക്കഴിഞ്ഞാൽ അത് രോഗികളെ ബാധിക്കത്തില്ലേ? ഒരു മാതാപിതാക്കൾ അത്യാഗ്രഹികളായാൽ, അത്യാഗ്രഹി എന്ന് പറഞ്ഞാൽ പണമാണ് മുഖ്യ ഘടകമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ പണത്തിന് ബാക്കിയെല്ലാം സ്വാഭാവികമായ അത്യാഗ്രഹം എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് തള്ളിക്കളയാം. അതിരുകളില്ലാത്ത ആശയാണ്, അതിലേക്ക് നമുക്ക് സഞ്ചരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പണമാണ് അതിൻ്റെ മാനദണ്ഡമാവുമ്പോൾ, അത്യാഗ്രഹം എന്ന് പറയുന്ന അതിരുകളില്ലാത്ത ആശയ്ക്ക് പണമാണ് മാനദണ്ഡമാവുമ്പോഴാണ് ഈ ശമ്പളമല്ലാത്ത കിമ്പളം പറ്റുന്നതും തനിക്ക് അവകാശപ്പെട്ടതല്ലാത്തതും അനധികൃതമായ രീതിയിലും അത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അത്യാഗ്രഹം എന്ന വാക്കുണ്ടാകുന്നത്, അതിൻ്റെ മോശം പദമാകുന്നത്. ഇത് പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന, അതിൻ്റെ മുഖ്യധാരയിൽ കൂടെ നിൽക്കുന്ന മനുഷ്യർ അത്യാഗ്രഹികളായി മാറിയാൽ അത് പൊതുസമൂഹത്തെ ബാധിക്കും. മാതാപിതാക്കൾ അത്യാഗ്രഹികളായി മക്കളെ ബാധിക്കുമെന്നും പറഞ്ഞ് അതേ ഒരു ഘടകം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരത്യാഗ്രഹം ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുകയും അതനുസരിച്ച് വളരെ കൗശലത്തോടുകൂടി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ ആനന്ദവും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഓരോ വ്യക്തികളും അത് തനിക്ക് ആവശ്യമുണ്ടോ, തനിക്ക് കിട്ടിയത് എന്താണ്, തനിക്ക് ചെറിയ ചുറ്റുപാടാണോ, ആ ചെറിയ ചുറ്റുപാടിൽ നിന്ന് ഉയർന്ന് സ്വാഭാവികമായി പോകുന്നെങ്കിൽ പോകട്ടെ, ഇല്ലെങ്കിൽ ആ ചെറിയ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അതിനെ ആനന്ദകരമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ്
നമുക്ക് ഈ മനുഷ്യനെന്ന നിലയിൽ ജീവിതം അർത്ഥപൂർണ്ണമാകത്തുള്ളൂ, ആനന്ദകരമാകത്തുള്ളൂ. അല്ലാത്ത ഏതൊരു മാർഗത്തിൽ കൂടെ നമ്മൾ അതിലേക്ക് സഞ്ചരിച്ചാലും അത്യാഗ്രഹി എന്ന ആ ഒരൊറ്റ അസ്വസ്ഥതയിൽ ഉറക്കം നഷ്ടപ്പെടുകയും നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ അസ്വസ്ഥമാവുകയും അടിമപ്പെടുകയും ഉണ്ടാക്കിയത് ഈ അത്യാഗ്രഹം മൂലം ഉണ്ടാക്കിയെടുത്ത ഈ ഒന്നിനെയും അനുഭവിക്കാൻ പറ്റാതെ ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു പോകേണ്ടവരുമായിട്ട് മാറുന്നു മനുഷ്യൻ. അതുകൊണ്ട് അത്യാഗ്രഹം എന്ന് പറയുന്ന ആ വാക്ക് ആ അതിരുകളില്ലാത്ത ആശയം എന്ന അർത്ഥത്തിൽ മനോഹരമായ ഒരു പദമാക്കി നിർത്താൻ ഓരോരുത്തരും ശ്രമിച്ചാലേ ഓരോരുത്തർക്കും ആനന്ദത്തോടുകൂടി ഈ പ്രകൃതിയിലെ എല്ലാം ആസ്വദിച്ച് ജീവിച്ച് മരിച്ചു പോകാൻ സാധിക്കും എന്നത് എനിക്ക് അനുഭവത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നതാണ്. ഒന്നിനോടും ഒരത്യാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ എൻ്റെ ചിന്തകളിൽ കൂടെ ഞാനതിനെ പുറത്ത് കളഞ്ഞു. അപ്പോൾ ഒരത്യാഗ്രഹി അല്ലാതെ മാറിയപ്പോൾ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആനന്ദം എന്നാൽ എനിക്ക് അത് വിവരിക്കാനാവാത്ത ഒരു അത്ഭുതകരമായൊരു സംഭവമായിട്ട് എന്നിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് അത്യാഗ്രഹം എന്ന വാക്കിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് നിർത്തുന്നു.